അപ്പോൾ മച്ചന്മാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണ് നമ്മുടെ ഫിൻലാൻഡിൽ ഇൻഡിപെൻഡൻസ് ഡേ. 1917 ഫിൻലാൻഡ് റഷ്യയിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലായിടത്തും തന്നെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. ഹെൽസിങ്കിയിലാണ് മെയിൻ പ്രോഗ്രാം, കാരണം പാർലമെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെയാണുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കണ്ണേൽമക്കി ഗാർഡൻ എന്നൊരു സ്ഥലത്താണ്. അവിടെ നിന്ന് ഉച്ചയ്ക്ക് 1:30 മുതൽ 6:30 വരെയാണ് അവർ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഭാഗമായിട്ടുള്ള പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇന്ന് ഫ്രീ ഫുഡും അതോടൊപ്പം തന്നെ മ്യൂസിക്കൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അവിടെ ട്രഡീഷണൽ ഫുഡ്സ്, അതോടൊപ്പം തന്നെ സ്വീറ്റ്സ് ഐറ്റംസ്, പിന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബുക്ക് ലീവ്സ് കാര്യങ്ങൾ എല്ലാം അവിടെ ഇന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാം നടന്ന് കണ്ടു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഫിൻലാൻഡിലുള്ള മാത്രമല്ല, പുറത്തെ രാജ്യക്കാരും ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഫംഗ്ഷന്. അപ്പോൾ എല്ലാ ഫുഡ്സൊന്നും ഞങ്ങൾ എടുത്തില്ല, കാരണം എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സ് ഐറ്റംസും അതോടൊപ്പം തന്നെ ഒരു കോഫി എടുത്തു. ഒത്തിരി സന്തോഷമായി, കാരണം മറ്റൊരു സ്ഥലത്ത് വന്നിട്ട് അവിടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ പറ്റിയത്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ മച്ചന്മാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണ് നമ്മുടെ ഫിൻലാൻഡിൽ ഇൻഡിപെൻഡൻസ് ഡേ. 1917 ഫിൻലാൻഡ് റഷ്യയിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലായിടത്തും തന്നെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. ഹെൽസിങ്കിയിലാണ് മെയിൻ പ്രോഗ്രാം, കാരണം പാർലമെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെയാണുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കണ്ണേൽമക്കി ഗാർഡൻ എന്നൊരു സ്ഥലത്താണ്. അവിടെ നിന്ന് ഉച്ചയ്ക്ക് 1:30 മുതൽ 6:30 വരെയാണ് അവർ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഭാഗമായിട്ടുള്ള പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇന്ന് ഫ്രീ ഫുഡും അതോടൊപ്പം തന്നെ മ്യൂസിക്കൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അവിടെ ട്രഡീഷണൽ ഫുഡ്സ്, അതോടൊപ്പം തന്നെ സ്വീറ്റ്സ് ഐറ്റംസ്, പിന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബുക്ക് ലീവ്സ് കാര്യങ്ങൾ എല്ലാം അവിടെ ഇന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാം നടന്ന് കണ്ടു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഫിൻലാൻഡിലുള്ള മാത്രമല്ല, പുറത്തെ രാജ്യക്കാരും ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഫംഗ്ഷന്. അപ്പോൾ എല്ലാ ഫുഡ്സൊന്നും ഞങ്ങൾ എടുത്തില്ല, കാരണം എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സ് ഐറ്റംസും അതോടൊപ്പം തന്നെ ഒരു കോഫി എടുത്തു. ഒത്തിരി സന്തോഷമായി, കാരണം മറ്റൊരു സ്ഥലത്ത് വന്നിട്ട് അവിടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ പറ്റിയത്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.